സന്ദേശ സിനിമയിൽ ശങ്കരാടി പറയുന്ന പോലെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു? ഇപ്പൊ തോൽപ്പിച്ചത് ജനങ്ങളല്ല, ജനങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന അർത്ഥത്തിൽ തന്നെയാണ് ശ്രീ പിണറായി വിജയൻ. ജനങ്ങൾ വർഗീയവാദികളായിപ്പോയി. തൃശ്ശൂരിൽ കുറെ ക്രിസ്ത്യാനികൾക്ക് തലയ്ക്ക് ഭ്രാന്തായി, അവർ BJPക്ക് പോയി, സുരേഷ് ഗോപി വോട്ട് ചെയ്തു, സുരേഷ് ഗോപി ജയിച്ചു. ഇത്രേ ഉള്ളൂ. ഒരു കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നവരാണ്, അവർ മാറി വോട്ട് ചെയ്തു, അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു. ഒരു ഭരണവിരുദ്ധ വികാരവും കേരളത്തിലില്ല. അതുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലില്ലേ, മറ്റിടത്തില്ലേ, മറിച്ചിടത്തില്ലേ, ഹിമാചൽ പ്രദേശിലെ, കർണാടകയിലെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്ന ഒരേ ഒരാൾ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരുമകനുണ്ടാവും, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മരുമകനൊക്കെ പറയുണ്ടാവും, അദ്ദേഹത്തിന് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഭരണത്തിന്റെ ഒരു സുഖ സൗകര്യം എന്താ? സത്യത്തിൽ VD സതീശൻ പറഞ്ഞു അതിന് ശരി, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഒരു ശൈലി മാറാതെ മുമ്പോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ബംഗാളിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ കാണൂ. ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി ഉണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം ഗോവിന്ദൻ മാസ്റ്റർ സ്റ്റേറ്റ്മെന്റ് തന്നെ എടുക്കുക. ഭരണവിരുദ്ധ വികാരം എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും പെൻഷൻ കൊടുക്കാത്തതും DA കൊടുക്കാത്തതും പോലീസിന്റെ ചില അതിക്രമങ്ങളും ഒക്കെ കുറച്ചെങ്കിലും ഇതിന് സഹായകമായിട്ടുണ്ട്, കാരണമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ പിന്നെ ലീഗ്, SDPI അങ്ങനെ കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രധാന ചോദ്യം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി, CPI-യുടെ ജില്ലാ കമ്മിറ്റികൾ, മറ്റ് ഘടകകക്ഷികളുടെ ജില്ലാ കമ്മിറ്റികൾ, കേരള കോൺഗ്രസ് മാണിയുടെ നേതാക്കൾ, ഇവരൊക്കെ പറഞ്ഞു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന്. CPI-യുടെ പല കമ്മിറ്റികളും പരസ്യമായി തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്ന്. പല നേതാക്കളും ആ അർത്ഥത്തിൽ കമ്മിറ്റികളൊക്കെ പറഞ്ഞു. അതേപോലെ പലരും ഈ പറഞ്ഞതുപോലെ ജില്ലാ കമ്മിറ്റികൾ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിംഗ് വന്നത് വളരെ രസമാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ആളുകൾ ഐസക്കിനെതിരായി ജില്ലാ കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ ഉന്നതരായ ആളുകൾ തന്നെ പ്രവർത്തിച്ചു. കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല, ജനങ്ങളോട് പോയി പറയാൻ പറ്റില്ല പിണറായി വിജയൻ വോട്ട് ചെയ്യണം. പ്രശ്നം അത് തന്നെയാണ്. തൃശ്ശൂരിൽ സുനിൽ കുമാറിന്റെ കുറെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, നിനക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം, പക്ഷെ നീ ജയിച്ചാൽ നീ പിണറായിയുടെ വിജയമായിട്ട് പറയും, അതുകൊണ്ട് നിനക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സുനിൽ കുമാറിന് അല്ലെങ്കിൽ കിട്ടാമായിരുന്ന വോട്ട് പോലും തൃശ്ശൂർ കിട്ടിയില്ല. കാരണം ഇത് സുനിൽകുമാർ ജയിച്ചിരുന്നുവെങ്കിൽ അത് പിണറായി വിജയന്റെ ഭരണത്തിലുള്ള അംഗീകാരമായി ഇവർ പറയില്ലേ. ഒരു സീറ്റ് കിട്ടിയിട്ടല്ലേ എങ്ങനെ പറയണേ, ഇപ്പൊ 2 3 കിട്ടിയാലോ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ പൊതുവിതരണ സംവിധാനം തകർത്തത്, പൊതു ആരോഗ്യ സംവിധാനം തകർത്തത്, പൊതുവിദ്യാഭ്യാസ സംവിധാനം, ഇപ്പൊ തന്നെ +2മായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്, +1 സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ എന്തൊക്കെയാ. അപ്പോ കെട്ടുകാര്യസ്ഥത. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പറഞ്ഞാൽ ആളുകൾ ചിരിക്കുകയാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പറഞ്ഞാൽ ഉന്നത ചിരി ഉണ്ടാവും, അത്രേ ഉള്ളൂ. പാലക്കാട് വിജയരാഘവൻ സഖാവ് തോറ്റതിന് ഒരു പ്രധാന കാരണം അദ്ദേഹം കഷ്ടകാലത്തിന് ബിന്ദു ടീച്ചറുടെ ഭർത്താവായി എന്നുള്ളതാണ് എന്ന് ചിലർ പറയുന്നത്. നമുക്കറിയില്ല. അതിന്റെ കുത്തുമുടി വിജയരാഘവന് കിട്ടിയെന്ന് കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏത് മന്ത്രിക്കാണ് ജനങ്ങളുടെ സ്വീകാര്യതയുള്ളത്? പൊതുവിതരണ മന്ത്രി, കൃഷിമന്ത്രി, ആഭ്യന്തരമന്ത്രി പിന്നെ മുഖ്യമന്ത്രിയാണ്, അതിലേക്ക് നമുക്ക് വേറെ വരേണ്ടത്. ധനകാര്യമന്ത്രി, അദ്ദേഹം കരച്ചിലോട് കരച്ചില്ല. കേന്ദ്രം തന്നില്ല, കേന്ദ്രം തന്നില്ല, കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞിട്ട് BJPക്ക് വോട്ട് 4% കൂടി. അതെന്തൊരു കളിയത്? കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞിട്ട് BJPക്ക് വോട്ട് കൂടുക. BJPക്ക് വോട്ട് കുറയില്ല, അത് ഞങ്ങൾ വിശ്വസിച്ചോ? കേന്ദ്രം തരാത്ത, കേന്ദ്രം കടമെടുക്കാനുള്ള പരിധി ഉയർത്താത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ DA കൊടുക്കേണ്ടതും പെൻഷൻ കൊടുക്കേണ്ടതും പൊതുവിതരണ സംവിധാനം കൊടുക്കേണ്ടതും ഒക്കെ കേന്ദ്രത്തിന്റെ ഇന്ന് കടമ വാങ്ങിയിട്ടാന്നല്ലേ, ആരുടെയെങ്കിലും കടം വാങ്ങിയിട്ടാന്നല്ലേ. അത് തന്നെ ഒരു കെടുകാര്യസ്ഥയല്ലേ. ഡോക്ടർ തോമസ് ഐസക് വളരെ പച്ചയായി പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് വലിയ എതിർപ്പുണ്ട്, പാർട്ടി വോട്ടുകൾ തന്നെ മാറി വോട്ട് ചെയ്തു. അല്ലെങ്കിൽ വളരെ ലളിതമായി ചോദിക്കട്ടെ, നമുക്കിപ്പോ ഈ തർക്കത്തിന്റെ കണക്കിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടിന് പിണറായി വിജയൻ ജയിച്ച, 65,000 വോട്ടിന് ശൈലജ ടീച്ചർ ജയിച്ച മണ്ഡലങ്ങളിൽ ഇത്തവണ ആ വോട്ട് ചെയ്തവർക്ക് ആർക്കാ വോട്ട് ചെയ്തത്? വെറും കോൺഗ്രസ്സുകാരനല്ല, CPM രാഷ്ട്രീയത്തിൽ ഏറ്റവും, കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന, ഏറ്റവും എതിർക്കപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ K. സുധാകരൻ വോട്ട് ചെയ്തെന്ന് ഉറപ്പല്ലേ? അല്ലാണ്ട് വേറെ പുറത്തുനിന്നാലും വന്ന് വോട്ട് ചെയ്തതല്ലോ. അപ്പോ K. സുധാകരന് ധർമ്മടത്ത് പിണറായി വിജയൻ വോട്ട് ചെയ്ത ആളുകളും
മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്ത ആളുകളും തളിപ്പറമ്പിൽ MV ഗോവിന്ദ മാഷക്ക് വോട്ട് ചെയ്ത ആളുകളും ഒക്കെ കല്യാശ്ശേരിയിൽ ഇയാൾ രാജേഷിന് വോട്ട് ചെയ്ത ആളുകളും ഇവരെല്ലാം തന്നെ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്തു? സുധാകരൻ വോട്ട് ചെയ്തെന്നേ, അല്ലെങ്കിൽ ഉണ്ണിത്താൻ വോട്ട് ചെയ്തെന്നേ. അപ്പൊ അവരെങ്ങനെയാ അങ്ങനെ വോട്ട് ചെയ്യാൻ കാരണം? അവർ വോട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രത്തിൽ കോൺഗ്രസ് വരും. അതിന്റെ കോൺഗ്രസ് ഇവിടെ ഇത്ര കാലം പറഞ്ഞു നിങ്ങൾ ഇവിടെ മത്സരിക്കുന്ന അപ്രസക്തമാണ്. എന്തൊക്കെ തെറിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞു, ഇനിയിപ്പോ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എന്തൊക്കെ പറയാൻ പോണു. അപ്പൊ ചുരുക്കത്തിൽ ഭരണം എന്നതിനോട് ജനങ്ങൾക്കുള്ള വെറുപ്പ് വ്യാപകമായി ഉണ്ടായി. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു കാറ്റ് പോലെയാണ് അടിച്ചത്. കേന്ദ്ര വിഷയങ്ങൾ ഉണ്ടാവാം, മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ജാതി മത കണക്കൊന്നും വെച്ചല്ല. പക്ഷെ നമ്മുടെ പാർട്ടി സെക്രട്ടറി, CPM സെക്രട്ടറി പറഞ്ഞത് ക്രിസ്ത്യൻ വോട്ട് അങ്ങോട്ട് പോയി, ഈഴവ വോട്ട് ഇങ്ങോട്ട് പോയി. ഇങ്ങനെയാണോ ഏതെങ്കിലും കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിശകലനം നമുക്കെടുക്കാം? ഏത് കാലത്ത് എടുത്തോളൂ, സഖാവ് EMS ഇരുന്ന കാലം, ഏത് തെരഞ്ഞെടുപ്പ് വഴിയും അദ്ദേഹത്തിന്റെ വിശകലനം. അങ്ങനെ പറയുന്നതിന് പകരം എന്തുകൊണ്ട് ക്രിസ്ത്യാനി BJPക്ക് വോട്ട് ചെയ്തെന്നേ? എന്തുകൊണ്ട് ഈഴവൻ BJPക്ക് വോട്ട് ചെയ്തു? പിണറായി വിജയന്റെ നല്ല ഭരണമാണെങ്കിൽ ആരെങ്കിലും BJPക്ക് വോട്ട് ചെയ്യും? വോട്ട് ചെയ്യില്ല. കേന്ദ്രത്തിൽ വരേണ്ടത് കോൺഗ്രസ് ആണ് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരണമെന്ന് വിചാരിച്ച് ആരെങ്കിലും BJPക്ക് വോട്ട് ചെയ്യും? ഇല്ലല്ലോ. അപ്പൊ ഈ പറയുന്നതിൽ എന്താ യുക്തി? തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞതാണ് അതിൽ ഫലിതം. തൃശ്ശൂരിൽ ഏതോ കോൺഗ്രസ്സുകാർ ആർക്കൊക്കെ വോട്ട് ചെയ്തു. ഞാൻ പറഞ്ഞത് ഇനിയും നമുക്ക് ജാതി മതം വെച്ച് മാത്രം കളിക്കരുത്, അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകണം. ജനങ്ങളെ വെറുപ്പിച്ച ഒരു ഭരണകൂടമാണ് ഇത്. അതിന്റെ ശൈലി മാറ്റണം, അതിന്റെ പ്രവർത്തന രീതി മാറ്റണം എന്നൊക്കെ ഘടകകക്ഷികളും സ്വന്തം പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റികളും പറയുന്നു. പക്ഷെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമൊന്നും ഇവിടെ ആർക്കും ഉണ്ടാവില്ല. CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അത് തന്നെയാണ്. എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും മുഖ്യമന്ത്രി ശൈലി മാറണമെന്ന അഭിപ്രായം ഉണ്ടാവുകയും സംസ്ഥാന കമ്മിറ്റിയിലെത്തുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കുകയും മുഖ്യമന്ത്രി ഞാൻ ഒന്നും മാറ്റേണ്ട കാര്യമില്ല എന്ന് പറയുകയും പാർട്ടി സെക്രട്ടറി അത് ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു അടിമക്കൂട്ടത്തിന്റെ ഭാഗമായി മാത്രമായി ഈ പാർട്ടി വരികയാണ്. സ്വയം വിമർശനം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ രേഖകളിലും എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഏത് വിമർശനം നടത്തിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. സ്വയം വിമർശനം നടത്തിയിരുന്നെങ്കിൽ ലോകത്തിലുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമായിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടാവും. ബംഗാളിൽ, ഇന്ത്യയിൽ തന്നെ ബംഗാളിലും ത്രിപുരയിലും അടക്കം ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ, സോവിയറ്റ് യൂണിയൻ അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായത് ഈ സ്വയം വിമർശനവും ജനാധിപത്യവും അതിനകത്ത് ഇല്ലാതായത് കൊണ്ടാണ്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ, പണ്ട് G. സുധാകരനാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു, അത് VV ചെറിയാനാണോ എന്നറിയില്ല. ഒരു സ്ത്രീ പാർട്ടിയിൽ ഒരു പ്രശ്നം വന്നു, ഒരു സ്ത്രീ ഗർഭിണിയായി, അതൊരു പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതിന് ഉത്തരവാദി എന്ന് പാർട്ടി കമ്മിറ്റിയിൽ വന്നു. പാർട്ടി കമ്മിറ്റി ഒരുപാട് ചർച്ച ചെയ്തു. അവസാനം ഒരു കമ്മീഷനെ നിയമിച്ചു പാർട്ടി. ആ കമ്മീഷൻ കണ്ടെത്തി ഈ പറഞ്ഞതിൽ ഒരു അർത്ഥവുമില്ല, ഈ സ്ത്രീ ഗർഭിണിയല്ല എന്ന് കണ്ടെത്തി. കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ടോ 6 മാസം കഴിഞ്ഞപ്പോൾ സ്ത്രീ പ്രസവിച്ചപ്പോൾ ആ സ്ത്രീക്കെതിരെ നടപടി എടുത്തു. കാരണം പാർട്ടി തീരുമാനം ലംഘിച്ചുകൊണ്ട് ആ സ്ത്രീ, ഗർഭിണിയല്ലാത്ത സ്ത്രീ പ്രസവിച്ചില്ലേ, ഗർഭിണിയല്ല എന്ന് പാർട്ടി പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെയുള്ള അസംബന്ധ നാടകങ്ങളാണ് നടക്കുന്നത്. പഴയ പോലെയല്ല, ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ CPM നിന്ന് മുഖ്യമന്ത്രിക്ക് നന്ദി.